ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്നും ഒരു ബ്ലാക്കിൽ തന്നെയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള. കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലാക്ക് ഇട്ടായിരുന്നു, ഇപ്പോൾ കാരണം ലേറ്റസ്റ്റ് ചെയ്തതിലൊക്കെ കൂടുതൽ ബ്ലാക്ക് ആണ് വന്നേക്കുന്നത്. പക്ഷെ അടിപൊളിയാണ്. ഇത് മൽച്ചന്തേരി ആട്ടോ ഫാബ്രിക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു മൽച്ചന്തേരിൽ നിങ്ങൾക്ക് അറിയാലോ, ത്രെഡ് കൊണ്ടുള്ള വർക്ക് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതായത് ത്രെഡ് വർക്ക്, ഈ റെഡും ഒരു വൈറ്റും കൂടെ ഫ്ലവേഴ്സ് മിക്സ് ആയിട്ട് ബ്ലാക്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് നമ്മൾ ഫുൾ ഫ്ലോറിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന് നമ്മൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ട് കൊടുക്കാമെന്ന്. ഈ ഫ്രണ്ട് പോർഷൻ കണ്ടോ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ കൊടുത്തിട്ട് ഇതിനകത്തോട്ട് പിൻടൊക്കെ ഒരു പ്ലീറ്റ്സ് ഇട്ടിട്ട് അത് നമ്മൾ ഒരു യോക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ക്ലോസ് ആയിട്ടുള്ള ഞാൻ ഇത് വേറെ ഇതേക്കണ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലാണ് കേട്ടോ. ഇത് എല്ലാവരുടെയും ഡൗട്ട് ആയിരുന്നു, ഹാൻഡ് വർക്ക് ആണ്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടായിരുന്നു. ഇത് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ്. ഇത് ത്രെഡോ അല്ലെങ്കിൽ പ്രിന്റോ ഒന്നും അല്ല, ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ക്ലോസ് ആയിട്ട് ഞാൻ ഒരു പിക്ക് ഇട്ടുതരാം. അപ്പം ഇപ്പോൾ ഞാൻ വേറെ ഇതാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഇതിനകത്തോട്ട് മിഡിൽ പോർഷനിൽ ഇതേപോലെ ഒരു പിൻടെക്ക് സ്റ്റിച്ച് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതുപോലെ ഒരു സ്റ്റിച്ച് പിൻടെക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്, കുറച്ച് വലിയ പ്ലീറ്റ്സ് ആയിട്ട് എന്ന് പറയാം. എന്നിട്ട് ഇൻവേർട്ടഡ് പ്ലീറ്റ് ഒരെണ്ണം കൊടുത്തേക്കുന്നത്. ഇതിന്റെ ആ ഡിസൈൻ കണ്ടോ, ഇതുപോലെയാണ്. ബ്ലാക്കിലോട്ട് വൈറ്റും ത്രെഡൊക്കെ എംബ്രോയിഡറി വരുന്നത്. എൻഡിലോട്ട് ഇതേപോലെ കണ്ടോ, ഈ ഒരു ലേസ് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു ലേസ് അതിന്റെ മിഡിൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആണ്. ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ഈ ഒരു ഫാബ്രിക് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. ഇതേപോലെ ആ ഒരു പിൻടക്ക് ഇട്ടപ്പോൾ ഒരു ഡിസൈൻ നല്ല ഭംഗിയാണ് അതിനകത്ത് കാണാനായിട്ട്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ലുക്ക് വരുന്നത്. ഓക്കെ, ഒരു യോക്ക് സെപ്പറേറ്റ് കൊടുത്തോണ്ട് താഴോട്ട് ഒരു ഇൻവേർട്ടഡ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ മിഡിൽ പോർഷനിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ജോർജറ്റ് ആണ് കേട്ടോ. മിഡിലിൽ യൂസ് ചെയ്തേക്കുന്നത് മൽച്ചന്തേരിയുടെ തന്നെ നമുക്ക് ജെറ്റ് ബ്ലാക്ക് അത്രയും അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. അപ്പൊ അതൊരു ഡൾ ബ്ലാക്ക് ആകുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മിഡിലിൽ കൊടുത്തേക്കുന്നത് നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്കിലെ ജോർജറ്റ് ആണ് നമ്മൾ മിഡിലേക്ക് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡൊക്കെ നമ്മൾ ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഫുള്ളി ഈ ഒരു വൈറ്റും ത്രെഡും ഫ്ലവേഴ്സ് വരുന്ന ആ ഒരു ഫുൾ ഫാബ്രിക് തന്നെ ബാക്ക് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. സ്ലീവും എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് താഴോട്ട് നമ്മൾ ഇതേപോലെ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഒരു ലേസ് പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ല റൗണ്ട് ആയിട്ടൊക്കെ ചെയ്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം എ ലൈൻ പാറ്റേൺ ആണ്. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവരുടെയും കയ്യിലുള്ള ബ്ലാക്ക് ബോട്ടൊക്കെ പെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ക്ലോസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ ഓർഡർ ചെയ്യാം. അപ്പൊ ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടുതരാം. ഓക്കെ, ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത്. ആ പിൻടെക്കിന്റെ ഒരു ഫോട്ടോ ഞാൻ അയച്ചു തരാം കേട്ടോ. ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ, താങ്ക് യു.